വചന ഉരുക്കം, അങ്ങനെ ഒരു പ്രതിഭാസം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുണ്ട്, പ്രാർത്ഥനാ ജീവിതത്തിൽ. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളാണെങ്കിലും നമുക്ക് അത് അസ്വാഭാവികമായിട്ട് സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. അപ്പം ആദ്യം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വചന ഉരുക്കം എന്താണെന്ന് അറിയണം. ഇപ്പം ഐസ് ഉരുക്കുക എന്ന് വെച്ചാൽ ഐസ് മെൽറ്റിങ്. അതുപോലെ തന്നെ വേർഡ് ഓഫ് ഗോഡ്, ഡിവൈൻ വേർഡ് തന്നെ മെൽറ്റ് ചെയ്ത് വരും. ഐസ് മെൽറ്റാകുമ്പോൾ എന്ത് സംഭവിക്കും? അത് മഞ്ഞുരുകി തണുത്ത വെള്ളമായി പടരുകയല്ലേ. ഐസ് വെള്ളമായി കഴിയുമ്പോൾ ആൾക്കാർ കുടിക്കുന്നുണ്ട്. അതെച്ചാൽ ഒരു ഈറ്റബിൾ അസിമിലിയേറ്റബിൾ, അതങ്ങനെ അസിമിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയായിട്ട് ഒരു വചനം മാറും. അതെന്താണ് ഐസ് വചന ഉരുക്കം, അല്ലെങ്കിൽ വചന ഉരുക്കം എങ്ങനെ സംഭവിക്കുന്നു? വചനത്തിന് ചൂട് തട്ടുമ്പോൾ അതിങ്ങനെ മെൽറ്റാവും. വചനത്തിന് എന്തിൻ്റെ ചൂടാണ് തട്ടണത്? ദൈവസ്നേഹത്തിൻ്റെ ചൂട് തട്ടണം. അതാ കർത്താവ് പറയണത്, എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന്.